إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നമ്മളിൽ വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്. അള്ളാഹു അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വസാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. രണ്ടായത്തുകളിലായി അള്ളാഹു പറഞ്ഞത് പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക എന്നാണ്. പാപം പൊറുക്കപ്പെടുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട് എന്നല്ല, എല്ലാ നന്മകളും പാപം പൊറുക്കുവാനുള്ളതാണ്. വിശ്വാസികളായ നമ്മളത് ചെയ്യുമ്പോൾ ആ രൂപത്തിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നില്ല. അത് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി അത് ഉണർത്തുന്നത്. ഇസ്ലാം പഠിപ്പിച്ച ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾ മുഴുവൻ ചെയ്താലും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് തന്നെ പാപം പൊറുക്കപ്പെടുന്ന പുണ്യങ്ങളിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതിനോടൊപ്പം, പടച്ചവനെ പുറത്തു തരണേ എന്ന് പറയുന്നതിനോടൊപ്പം ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊക്കെ തന്നെ ചെയ്താലും നമ്മുടെ പാപം പൊറുക്കപ്പെടും. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. തീർച്ചയായും നന്മകൾ അത് തിന്മകളെ പോക്കിക്കളയുന്നു, ഇല്ലാതാക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത്തരത്തിൽ ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളത്, ഇസ്ലാമിനെ കുറിച്ച് ദീനിനെ കുറിച്ച് കേൾക്കുന്ന ഒരു സദസ്സിൽ ഇരുന്നാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരുമെന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ആ നിയ്യത്ത് പ്രകാരം ഇരിക്കുക. എനിക്ക് പറയാനുള്ള വിഷയം സ്വഹാബത്തിനെ സംബന്ധിച്ചാൽ. നമുക്കറിയാം, സഹാബിമാരെന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മുസ്ലിമായി ജീവിച്ച ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ സ്വഹാബിമാരി എന്ന് പറയുന്നത്. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് സ്വഹാബിമാര് എന്നുള്ളവർ. അവര് അസ്സാബിഖൂനൽ അവ്വലൂൻ, ആദ്യമായി കൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളവരായ ആളുകൾ. മിനൽ മുഹാജിരീൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയവരായ ആളുകളും, അതേപോലെ തന്നെ അൻസാരികളായ ആളുകൾ, അവരെ സഹായിച്ചുകൊണ്ട് നിലകൊണ്ട അൻസാരികളായ ആളുകളും, അവരെ പിന്തുടർന്നവരായ ആളുകൾ, താബിഈങ്ങളായ ആളുകളെയും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന ആളുകള് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിത രീതികളും ഒക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അവരെ പോലെ തന്നെ നമ്മളുടേതായ ജീവിത രീതികളായി മാറുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാക്കുകയും മാത്രമല്ല അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുവാൻ അത് കാരണമാകുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവരെ പറ്റി പറഞ്ഞത് ഖൈറുൽ ഖർനി ഖർനി എന്നാണ്. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്, അല്ലെങ്കിൽ എന്റെ തലമുറയാണ് എന്നാണ്.
റസൂലുള്ള ജീവിച്ച ആ തലമുറ ആ സഹാബിമാരുടേതായ തലമുറയാണ്. നമുക്കറിയാം അവരുടെ ഓരോ കാര്യങ്ങളും നമുക്ക് ഗുണപാഠമാണ്. ഒന്നാമതായി അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുകൾ ഓതിക്കൊണ്ടാണ് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. ആയത്തുകൾ കേൾക്കുമ്പോഴേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്കറിയാം. മാത്രമല്ല അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ്. കഥകളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾ കേട്ടതുകൊണ്ട് ഓർമ്മപ്പെടുത്തലുകളിലൂടെ മാത്രമാണ് ഞാൻ കടന്നു പോകുന്നത്. ഇസ്രായേലിന്റേതായ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാപ്രയാണം നടത്തിക്കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി ഒരു രാത്രി കൊണ്ട് തിരിച്ചു വന്നു എന്ന വാർത്ത നേർക്ക് നേരെ നബിയുടെ വായിൽ നിന്നല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. മറിച്ച് മക്കക്കാരായ ആളുകൾ മുശ്രിക്കീങ്ങളായ ആളുകളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിശ്വസിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, മുഹമ്മദ് പറയുന്നു ഇന്ന് രാത്രി മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ചോദിച്ചത് അങ്ങനെ അദ്ദേഹം പറഞ്ഞോ എന്ന് മാത്രമാണ്. അപ്പോൾ പറഞ്ഞു എന്നുള്ളത്. എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറമുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സന്ദേശങ്ങൾ പ്രവാചകന് വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ എന്താണ് എനിക്കിത് വിശ്വസിക്കുവാൻ തടസ്സമാകുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. വല്ലദീ ജാഅ ബിസ്സദിഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വല്ലദീ ജാഅ ബിസ്സദിഖി, സത്യവുമായി വന്നവൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവുമായി വന്നു. വസദ്ദഖ ബിഹി, അതിനെ വിശ്വസിച്ചവരായ ആളുകൾ അഥവാ സഹാബിമാര്, ശിഷ്യ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കേട്ട സന്ദർഭത്തിൽ തന്നെ അതിൽ വിശ്വസിക്കുകയാണ്. അവരാണ് മുത്തഖീങ്ങളായ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ തുഫൈൽ ഇബ്നു അംർ ദൗസിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ദൗസ് ഗോത്രമായ യമനിലെ ഗോത്രത്തിൽ നിന്ന് വന്നതാണ്. മക്കയിലെത്തിക്കൊണ്ട് കാബയെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ മുശ്രിക്കീങ്ങളായ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ അയാളുടെ വാക്കുകൾ കേട്ടുപോകരുത് എന്നാണ്. മുഹമ്മദ് നബിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തോട് അയാളുടെ അടുക്കലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്റെ കാതുകളിൽ വല്ല പഞ്ഞിയും വെക്കാം എന്ന് തോന്നി അദ്ദേഹം അങ്ങനെ വിചാരിച്ചു എന്നാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നുകൊണ്ട് കഅബയുടെ അടുക്കൽ വന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. ആ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറുകയും പ്രവാചകന്റെ കൂടെ വീട്ടിലേക്ക് പോയി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കേൾക്കുമ്പോഴേക്ക് വരുന്നവരായ ആളുകൾ, ഒരുപാട് ആളുകൾ, എല്ലാ സഹാബിമാരും അങ്ങനെ വന്നവരാണ്. പക്ഷെ ചിലരുടേതായ ചരിത്രങ്ങൾ നമുക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ എല്ലാവരും കേട്ടത് കൊണ്ട് തന്നെ ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം തന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് വിവരം കിട്ടിയത്. തന്റെ സഹോദരി ഫാത്തിമയും ഭർത്താവ് സഈദും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെന്നുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, നീട്ടി പറയുന്നില്ല, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആണ് അവിടെ ഓതിക്കൊടുത്തിരുന്നത് എന്നും ആ ഓതിക്കൊടുത്ത കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അടിപിടി കൂടുകയും ഒക്കെ ചെയ്തു. അവസാനമായി അത് കൊടുക്കുകയും അവർ കേൾക്കുകയും ചെയ്ത് അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹത്തെ മനസ്സ് മാറി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. കടുകട്ടിയുള്ള കടുത്ത സ്വഭാവത്തിന്റെ ഉടമയായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പിന്നീട് വിശുദ്ധ ഖുർആൻ കേട്ടാൽ കരയുന്ന ആളായി മാറിയിട്ടുള്ള ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ ഇന്ന അദാബ റബ്ബിക ലവാഖി, നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന ആയത്ത് കഴുതപ്പുറത്തിരുന്ന് കേട്ടപ്പോൾ അദ്ദേഹം കഴുതപ്പുറത്ത് നിന്ന് വീണുപോയി എന്ന് വരെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ പല പല സന്ദർഭങ്ങളിലും ആളുകൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കേട്ടപ്പോഴേക്ക് ആ ആയത്തുകളിലേക്ക് അദ്ദേഹം വരികയും മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ചയും ചെയ്തതായ ചരിത്രങ്ങളുണ്ട്. ഇത്രയും കടുത്ത സ്വഭാവിയായ അദ്ദേഹത്തിന് ഭരണം ലഭിച്ച സന്ദർഭത്തിലുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേട്ടവരാണ്. പക്ഷേ നമ്മൾ ആലോചിക്കണം,
ഇതേ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇവിടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത്, ഞാൻ ഭരണാധികാരിയായാൽ എന്റെ രാജ്യത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്ന ബോധത്തോടു കൂടി ജീവിക്കുകയാണ്. അത് ഒരൊട്ടകത്തെ സംബന്ധിച്ച് ഉദാഹരണം പറഞ്ഞുകൊണ്ട് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കൂടെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ അതിലൊക്കെ പടച്ച റബ്ബിനോട് ഉത്തരം പറയേണ്ടി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ജീവിച്ച അദ്ദേഹം നമുക്ക് മാതൃകയാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടങ്ങളിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വന്തം ഭാര്യയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആ മകളെ തന്നെ ഉമ്മു കുൽസൂമിനെയാണ് ഒറ്റൊരാൾക്ക് പ്രസവവേദന എടുത്തപ്പോൾ രാത്രികളിൽ അവർക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആയയായി കൊണ്ടുപോയി കൊടുത്തത് സ്വന്തം ഭാര്യ. അതും തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ മകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയുമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ അങ്ങനെ കാര്യങ്ങളെ അന്വേഷിക്കുന്നു. രാത്രികളിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നിരുന്ന അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ നമുക്കറിയാം. വേഷം മാറിക്കൊണ്ട് എന്ന് പറയുന്നാലും ആളുകൾ തിരിച്ചറിയാത്ത രൂപത്തിൽ അദ്ദേഹം നാട്ടിലൂടെ ചുറ്റി സഞ്ചരിച്ച് ക്ഷേമഗതികൾ അന്വേഷിച്ചു. എന്നാൽ പല സന്ദർഭത്തിലും തലയിലേക്കിക്കൊണ്ട് പാവപ്പെട്ടവരായ ആളുകൾക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തതായ ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടതാണ് എല്ലാവരും. എന്നാലും ഓർമ്മപ്പെടുത്തുന്നു, വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീയാണ് വെറുതെ കലമെടുത്തുകൊണ്ട് അത് വേവിച്ചുകൊണ്ട് അതിലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് കുട്ടികൾ കരയുന്നു. അങ്ങോട്ട് ചെല്ലുകയാണ്. എന്താണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, കുട്ടികൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. റേഷൻ കിട്ടുകയില്ല. ഉമർ അത് മുലകുടി നിർത്തിയവരായ ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന്, നിങ്ങൾ നാളെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നടത്തേക്ക് എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടി അപ്പൊ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്ത ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രത്തോളം ഉള്ളത്. ഒക്കെ നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പടച്ചറബ് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്നുള്ളതായ ഭയമാണ് അദ്ദേഹത്തെ അതിനെ പ്രേരിപ്പിച്ചിട്ടുള്ളതായ കാര്യം. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ. അതേപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള മറ്റൊരു സന്ദർഭമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് മക്കയിൽ നിന്ന് മുസ്അബ് ഇബ്നു ഉമൈറിനെയും അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂമിനെയുമാണ് ആദ്യം മദീനയിലേക്ക് പറഞ്ഞയച്ചിരുന്നത്. അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ അവർ പല ആളുകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. ഒരുപാട് ആളുകള് അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മദീനയിലെ തന്നെ നേതാക്കന്മാരായ ആളായിരുന്ന ഉസൈദ് ബിൻ ഹുളൈർ അദ്ദേഹവും അതേപോലെ തന്നെ സഅദ് ബിൻ മുആദും ഇന്ന ആളുകൾ മുസാബും അവർ ഒന്ന് രണ്ടാളുകൾ അസ്അദ് ബിൻ സുറാറയും ഒക്കെ ഇന്ന സ്ഥലത്ത് ഒരു തോട്ടത്തിൽ വന്നിരിക്കുന്നുണ്ട് എന്നും അവിടെ പാവപ്പെട്ട ആളുകളെ എന്തൊക്കെയോ തെറ്റിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം കേട്ടപ്പോ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഉസൈദ് ബിൻ ഹുളൈറിനെ അദ്ദേഹവും നേതാവാൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അവർ കണ്ടപ്പോ അദ്ദേഹം സംസാരിച്ചു, കുറെ ചീത്ത പറയുന്ന വാക്കുകൾ സംസാരിച്ചു. നിങ്ങളൊന്ന് ഇരിക്കൂ, ഞങ്ങൾ പറയുന്ന കാര്യം അത് നിങ്ങളൊന്ന് കേൾക്കും, എന്നിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാം എന്നാണ് മുസ്അബ് ബിൻ ഉമൈർ അവരോട് പറഞ്ഞത് എന്നാണ്. ആ മുസ്അബ് ബിൻ ഉമൈറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻസഫ്, നിങ്ങൾ നീതി കാണിച്ചിട്ടുണ്ട് എന്ന് പറയുകയും കേൾക്കാനിരിക്കുകയും ചെയ്തു എന്നാണ്. ആ സന്ദർഭത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ ഒരു നേതാവുണ്ട് അവിടെ, അദ്ദേഹത്തെ വന്നാൽ മറ്റുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്നാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞേക്കാമെന്ന്. അങ്ങനെ ഉസൈദ് ബിൻ ഹുളൈർ നേരെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഅദ് അങ്ങോട്ട് പോയ മുഖവുമായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്, എന്തോ പന്തികേടുണ്ട് എന്ന്. അദ്ദേഹം ചെന്നു, നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഞാൻ അവരോട് സംസാരിച്ചു, അവർ സമ്മതിച്ചിട്ടുണ്ട്, പോകാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ ചില ആളുകൾ നിങ്ങളുടെ കുടുംബക്കാരനായ അസ്അദ് ബിൻ സുറാറയെ വധിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് കേട്ടു എന്ന് പറഞ്ഞു. പക്ഷേ അത് കേട്ടപ്പോൾ അദ്ദേഹം നേരെ ഈ അസ്അദ് ബിൻ സുറാറയുടെ അടുക്കലേക്ക് അഥവാ മുസ്അബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന തോട്ടത്തിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ ചെന്നപ്പോ അവരോട് ഇദ്ദേഹവും ചീത്ത പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോ ഞങ്ങൾ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ,
അത് കേട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എഴുന്നേറ്റ് പോകാം എന്ന് പറഞ്ഞു. നിങ്ങൾ നീതി ആണ് കാണിച്ചത് എന്ന് പറയുകയും അത് കേൾക്കാനിരിക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ധാരാളം ചരിത്രങ്ങൾ ഒരുപാട് സഹാബിമാർ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു എന്ന് മാത്രമല്ല, വന്നതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചവരായ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ധാരാളം ആളുകൾ. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമുക്കൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ആ ഒരു പേരിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഈമാനിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ പരീക്ഷിച്ചതുപോലെ നമ്മളെയും പരീക്ഷിക്കുമെന്നാണ്. അലിഫ് ലാം മീം അഹസിബന്നാസ് അൻ യുതറകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ എന്നാണ്. അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ യുതറകൂ അവരെ വെറുതെ വിടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ, അൻ യഖൂലു ആമന്നാ ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ വഹും ലാ യുഫ്തനൂൻ അവർ പരീക്ഷണങ്ങൾക്ക് വിധേയമാവാതെ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം മക്കക്കാർക്ക് മുമ്പുള്ളവരായ ആളുകളും പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നാണ്. വലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ ആരാണ് സത്യവാൻമാർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച് അതനുസരിച്ചുകൊണ്ട് പിന്നീട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവർ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. വലയഅലമന്നൽ കാദിബീൻ ആരാണ് കളവ് പറയുന്നവരെന്നും തിരിച്ചറിയുമെന്നാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ പരീക്ഷിക്കപ്പെട്ടവരാണ് മക്കയിലുണ്ടായിരുന്ന ആദ്യത്തെ തന്നെ ഒന്നാമത്തെ ഷഹീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുമയ്യ ബിൻത് ഖബ്ബാബ് എന്ന് പറയുന്ന ഹുബ്ബാബ് എന്ന പേരിൽ ഹുയ്യാത്ത് എന്നൊക്കെ പേര് പറയപ്പെടുന്ന ഉപ്പാന്റെ പേര്. ഏതായാലും സുമയ്യ റളിയല്ലാഹു അൻഹ ആദ്യമായി ഇസ്ലാമിൽ രക്തസാക്ഷിയായതാണ്. ചരിത്രം നമ്മൾ കേട്ടതാണ്. അമ്മാർ ബിൻ യാസിറിന്റെ പിതാവായ യാസിറും അതേപോലെ തന്നെ സുമയ്യയും. സുമയ്യ എന്ന് പറഞ്ഞാൽ വളരെയധികം വൃദ്ധയായ ഒരു സ്ത്രീയായിരുന്നു എന്നാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അവർക്ക് സഹിച്ചിട്ടുണ്ട്, മർദ്ദനങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവസാനമായി കൊണ്ടവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി കൊണ്ട് തന്നെ ഈത്തപ്പനയിൽ കെട്ടിയിട്ടു എന്നാണ്, മരത്തിൽ കെട്ടിയിട്ട് പിന്നീട് അവരോട് ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറയുകപ്പോൾ, മുഹമ്മദിൽ അവിശ്വസിക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ അവിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ അബൂജഹലെ ചാട്ടുളി കൊണ്ട് അവരുടെ നാവിയിൽ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന്, ഇസ്ലാമിൽ നിന്ന് പൊന്തിരിയാത്തതിന്റെ പേരിലാണ് വധിക്കുന്നത് എന്ന്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം പീഡനമാണ് അവരൊക്കെ സഹിച്ചത്. പിന്നെ അതേപോലെ തന്നെയാണ് യാസിറിനെയും കൊല്ലാൻ അവർ കാണുകയാണ്. തന്റെ ഭാര്യ മരിക്കുന്നത് കാണാൻ, ഇനി പിന്മാറിയിട്ടില്ലെങ്കിൽ നിന്നെയും കൊല്ലുമെന്ന് പറയുകയും അവിശ്വസിക്കുവാൻ തയ്യാറാവാതെ തന്നെ നിന്നതായ അവരെയും യാസിർ റളിയല്ലാഹു അൻഹുവിനെയും കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയാണ് അടുത്ത ഊഴമുള്ളത്. അദ്ദേഹത്തോട് പറഞ്ഞു, നീ പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെയും ഞങ്ങൾ കൊന്നുകളയും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിശ്വസിച്ചു എന്ന് പറഞ്ഞു എന്നാണ്. മനസ്സിൽ അവിശ്വാസമില്ലാതെ വായ കൊണ്ട് പറഞ്ഞു ഞാൻ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ വെറുതെ വിട്ടു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഈ കാര്യം പറയുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ഇറക്കി, സൂറത്ത് നഹലിൽ ആയത്ത് ഇറക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, തന്റെ ഹൃദയത്തിൽ ഈമാൻ അടക്കമുള്ളവരായിക്കൊണ്ട് തന്നെ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ അവരുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ അവർ നിർബന്ധിക്കപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ഉച്ചരിച്ചിട്ടുള്ളത് എന്ന്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി. ഞാനിവിടെ വിശദീകരിച്ചത് അത്രമാത്രം പീഡനങ്ങൾക്ക് വിധേയവരായിട്ടുള്ളവരായ ആളുകളാണുള്ളത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുപാട് ഉപദ്രവിച്ച ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സംരക്ഷിച്ചത് നമ്മൾ കേട്ടില്ലേ. ഉഖ്ബത്ത് ബിൻ അബീ മുഗൈത്ത് അദ്ദേഹത്തിന്റെ തന്നെ തുണിയെടുത്തുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്താണ് ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ അങ്ങോട്ടേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് അതഖ്തുലുന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ തന്നെ അത് കാണാൻ സാധിക്കും. അതഖ്തുലുന റജുലൻ, നിങ്ങൾ ഒരു വ്യക്തിയെ കൊല്ലുകയാണോ, അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഈ വ്യക്തിയെ കൊല്ലുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ തള്ളി മാറ്റുകയാണ് ചെയ്തത്. ആ വധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന ചരിത്രം നമ്മൾ കേട്ടതാണ്. അതേപോലെ തന്നെ ധാരാളം ചരിത്രങ്ങൾ. ബിലാൽ ബിൻ റവാഹയുടെ ചരിത്രം കേൾക്കാത്ത ആളുകളാരും തന്നെയില്ല. അതുകൊണ്ട് നീട്ടി പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്ന അടിമയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ ഒരുപാട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ നോക്കിയിട്ടുണ്ട്.
അവസാനം അദ്ദേഹത്തെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കാലുകൾ കെട്ടിയിട്ടുകൊണ്ട് മണലിലൂടെ വലിക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളത് കാണാം. അങ്ങനെയുള്ള ചരിത്രം നിങ്ങൾ ആലോചിച്ച് നമുക്കിതൊക്കെ ആലോചിച്ചാൽ ഇപ്പോഴുള്ള ചൂടുകൾ നമുക്കറിയാം. ഇതിനേക്കാൾ ചൂടാണല്ലോ അറബ് രാജ്യങ്ങളിലുള്ളത്. ഈ ചുട്ടുവഴിക്കുന്ന മണലിലാണ് മലർത്തിക്കടത്തിക്കൊണ്ട് വലിക്കുന്നത്. അത് നെഞ്ചത്ത് കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ടാണ് വലിപ്പിച്ചത് എന്നാണ് കാണുന്നത്. അപ്പൊ അത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ചാലും അവരൊക്കെ അഹദ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസം ദീനിൽ നിന്ന് പിന്തിരിയാതെ ഏകനായ റബ്ബിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിച്ച ത്യാഗോജ്ജലമായ ഈമാനുള്ള ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നിസ്സാരമായ ഭൗതികമായ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ ദീനിനെ വലിച്ചെറിയുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. അത് നിർബന്ധിച്ചുകൊണ്ടല്ല. നോക്കൂ, നിങ്ങൾ നമ്മളാരും നിർബന്ധിക്കുന്നില്ല ഇസ്ലാമിന് പിന്തിരിക്കാൻ. പക്ഷേ ദുന്യവിയായ പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാമിൻ്റെതായ കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദുന്യവിയായ സുഖങ്ങളിലും ആർഭാടങ്ങളിലും ആനന്ദങ്ങളിലും മുഴുകുന്നതായ കാര്യങ്ങൾ വരുമ്പോ അത്തരം ആനന്ദങ്ങളിലേക്ക് സ്വമേധയാൽ നമ്മൾ ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ദീനിനെ വിറ്റുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വഹാബിമാരെ ചരിത്രം നോക്കുമ്പോ നിർബന്ധിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സന്ദർഭത്തിൽ വരെ അടിയുറച്ചു നിൽക്കുന്നതായ ആളുകൾ. ഹബ്ബാബ് ബിൻ ആറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും കാണിച്ചത് നമുക്കറിയാം. അദ്ദേഹത്തെ ഇരുമ്പുകൾ പഴിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ചൂടാക്കി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെച്ചത്. ആ മുറിവ് മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അടയാളമായി കൊണ്ടത് ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. എത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ചവരായ ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇങ്ങനെ ഓരോ ചരിത്രങ്ങളിലും നമുക്കറിയാം സഹാബിമാർ സഹിച്ചിട്ടുള്ളതായ ത്യാഗങ്ങളും പീഡനങ്ങളും. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട ആ സഹാബിമാരുടെ ത്യാഗങ്ങൾ കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ മദീനയിൽ നിന്ന് ഒരു 10 ആളുകളെ ആസിം ഇബ്നു അദിയുടെ നേതൃത്വത്തിൽ 10 ആളുകളെ പല കാര്യങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയക്കും. ചെറിയ കൊച്ചു സൈനിക സംഘം എന്ന് പറയാം. അങ്ങനെയുള്ള അവരെ പറഞ്ഞയക്കുകയാണ്. പക്ഷേ ഹുദൈൽ ഗോത്രത്തിന്റെ അരികിലെത്തിയ സന്ദർഭത്തിൽ അവരെ 100ഓളം വരുന്ന അമ്പെയ്ത്തുകാർ വന്നുകൊണ്ട് വളഞ്ഞു എന്നാണ്. ആ വളഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം. പക്ഷെ അപ്പോഴേക്കും അവർ ചിലർ കുന്നിന്റെ മുകളിലേക്ക് കയറി. അത് 1-2 ആളുകൾക്ക് അമ്പെയ്താൻ അറിയാം. ആസിം ഇബ്നു അദീനെ പോലെയുള്ള സഹാബിമാർക്ക് അമ്പെയ്യാനൊക്കെ അറിയാം. പക്ഷേ ഇവർ 100 ആളുകൾ അമ്പെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകാം. കുറച്ച് അവർ ഇറങ്ങി എന്നാണ്. പക്ഷേ ആസിം ഇബ്നു അദീൻ ഇറങ്ങിയില്ല. മറ്റുള്ള ആളുകൾ പറഞ്ഞു, ഇല്ല, ഇവരുടെ സംരക്ഷണത്തിൽ പോയാൽ വിശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് പറയുകയും അവരവിടെ തന്നെ നിന്നു. അവരെ എല്ലാവരെയും അമ്പെയ്ത്ത് കൊന്നു. 3 ആളുകളാണ് ഇറങ്ങി പോകുന്നത് എന്നാണ്. കുറച്ച് പോകുന്ന സമയത്ത് വീണ്ടും ഒരാളെ അവര് വധിച്ചു. ഇത് 1ാമത്തെ വഞ്ചനയാണ് ഈ നടത്തിയത്, കൈകൾ കെട്ടി എന്നാണ്. കൈകൾ കെട്ടിയപ്പോൾ പറഞ്ഞു ഇത് 1ാമത്തെ വഞ്ചനയാണെന്ന് പറഞ്ഞ് എതിർത്തപ്പോൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. പിന്നീടുള്ള ഹുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ചരിത്രമാണ് നമുക്ക് ധാരാളമായി കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ കൊണ്ടുപോയി വിറ്റു എന്നാണ്. കാരണം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളായിരുന്നു, വധിച്ച ആളാണ്, ശത്രുക്കളെ വധിച്ച ആളായതുകൊണ്ട് തന്നെ വിൽപ്പനക്ക് മാർക്കറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ട് മക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തത്. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ അനുഭവങ്ങൾ അവരുടെ ആ വീട്ടിലുണ്ടായിരുന്ന അന്നത്തെ സ്ത്രീകൾ അത് പറയുന്നുണ്ട്. പിന്നീട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അപ്പോ അദ്ദേഹം വളരെ ലളിതമായ രൂപത്തിൽ എല്ലാവരോടും വളരെ സന്തോഷത്തിലൂടെ പെരുമാറിയിരുന്നത് വീട്ടിൽ. എന്നാൽ ഒരു ഭയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കൊല്ലുമെന്നുള്ള ഭയത്തോടു കൂടി അദ്ദേഹം അവിടെ ജീവിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, അദ്ദേഹം തന്നെ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒരു കത്തി ആവശ്യപ്പെട്ടു സ്ത്രീയോട്. ആ കത്തി ബ്ലേഡ് എന്ന് പറയും. അന്നത്തെ ബ്ലേഡ് എല്ലാം മൂർച്ചയുള്ള കത്തികളാണ്. അപ്പോ ആ കത്തി കൊടുത്ത സന്ദർഭത്തിൽ കക്ഷത്തിന്റെ രോമങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടി അപ്പൊ ആ കത്തി കയ്യിൽ പിടിച്ച സമയത്താണ് ആ ശത്രുവിന്റേതായ തന്നെ കുട്ടി ഇവരുടെ അടുക്കലേക്ക് ചെല്ലുകയും ആ കുട്ടി ഇദ്ദേഹത്തിന്റെ മടിയിൽ കളിക്കുന്നത് കണ്ടത് ആ സ്ത്രീ. ആ സ്ത്രീ ഭയങ്കര ഭയപ്പെട്ടപ്പോ ചോദിച്ചു ഇദ്ദേഹം, ഞാൻ കൊല്ലുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഒരിക്കലും ഞാൻ കൊല്ലുകയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്നാണ്. അത്രമാത്രം സമാധാനത്തോടു കൂടി നിന്ന ആള്. പിന്നീട് അദ്ദേഹത്തെ വധിക്കാൻ കൊണ്ടുപോയ തൻഈം എന്ന് പറഞ്ഞ ഇന്നത്തെ ആയിഷ പള്ളി, അതൊക്കെ അതിന്റെ പേരിൽ ഉണ്ടായതാണെന്നൊക്കെ പറയും, ചരിത്രങ്ങൾ പറയും. ഏതായിരുന്നാലും അതൊക്കെ മറ്റ് കഥകളാണെന്ന്. പക്ഷെ തൻഈമിലേക്ക് കൊണ്ടുപോകുന്നത് എന്താന്ന് വെച്ചാൽ ഹറമിന്റെ പുറത്ത് കൊണ്ടുപോയിട്ടാണ് വധിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഹറമിന്റെ പുറത്ത് കൊണ്ടുപോയി തൻഈമിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത്. കുരിശിൽ തൂക്കിക്കൊന്നുകൊണ്ടാണ് കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊല്ലുന്നതിനും അദ്ദേഹം പറഞ്ഞു,
എനിക്ക് നമസ്കരിക്കണം, നിങ്ങൾ സമ്മതിക്കുമോ? അങ്ങനെ അനുവദിച്ചു. വളരെ പെട്ടത് നമസ്കാരം അദ്ദേഹം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഭരണത്തെ പേടിച്ചുകൊണ്ടാണ് നമസ്കാരം നീട്ടുന്നത് എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ വളരെ കുറച്ചു മാത്രം ലഘൂകരിച്ചുകൊണ്ട് നമസ്കരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ. അപ്പൊ അവർ ചോദിച്ചു, ഖുറൈശികളായ ആളുകൾ ചോദിച്ചു, നിങ്ങളെ ഈ സ്ഥാനത്ത് മുഹമ്മദിനെ കൊല്ലുകയും നിങ്ങളെ വെറുതെ വിടുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല എന്ന് പറയും. അദ്ദേഹത്തിന് ഒരു പോറൽ ഏൽക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിന്നീട് കുരിശിൽ തറക്കുകയും ചെയ്ത, തൂക്കിക്കൊല്ലുകയും ചെയ്ത ചരിത്രം നമ്മളൊക്കെ പലപ്പോഴായി കേട്ടതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ വിശ്വാസികളെ, എത്രമാത്രം പ്രയാസങ്ങളും പീഡനങ്ങളുമാണ് ഇത്തരം ആളുകൾക്ക് വന്നിട്ടുള്ളത് എന്ന്. ഇതുപോലെ ധാരാളം ചരിത്രങ്ങൾ. ഈ ആസിം ഇബ്നു അദീനെ അവർ ഉദ്ദേശിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ തലയോട്ട് കിട്ടിയാൽ അങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെടും. അതിന്റെ തലയോട്ട് കിട്ടിയാൽ വരെ അതിലെനിക്ക് കള്ളു കുടിക്കണം എന്നൊക്കെ ശപഥം ചെയ്തിട്ടുള്ള സ്ത്രീകളൊന്നുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി അവർ കയറി ചെല്ലുമ്പോഴേക്ക് തേനീച്ചകള് അതല്ലെങ്കിൽ കടന്നലുകൾ പൊതിഞ്ഞു എന്നാൽ അത് പൊതിഞ്ഞപ്പോൾ അവരത് വിട്ടുപോകുന്നു. പക്ഷെ പിന്നീട് മഴ പെയ്ത് എങ്ങോട്ടേക്കാണ് ഒലിച്ചു പോയത് എന്ന് ആ ശരീരത്ത് വരെ അവർക്ക് കിട്ടിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞങ്ങളെ കുറിച്ച് അറിയിക്കണേ എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അതേപോലെ ഖുബൈബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച ചരിത്രങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവരുടെ മനസ്സുകളിൽ അവർക്കുണ്ടായിരുന്ന ഈമാനുകളും നമ്മുടേതായ ഈമാനും എന്താണുള്ളത്, ഏത് തട്ടിലാണ് വെക്കുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിനെ കരുത്തുള്ള ഈമാനുള്ള ആളുകളായിക്കൊണ്ട് നമ്മൾ മാറ്റുക. ഇതേപോലെയുള്ള ധാരാളം ചരിത്രങ്ങളുണ്ട്. സുഹൈബ് റൂമിയെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വന്തം ശരീരത്തെ വിലക്ക് വാങ്ങിയവൻ. എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് അതുപോലുള്ള ആളുകളെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞ ഖുബൈബ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ആസിം റളിയല്ലാഹുവിനെ കുറിച്ചും ഒക്കെ പറയാൻ പറ്റുന്നതാണെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ചാണ്, സുഹൈബ് റൂമിയെ കുറിച്ചാണ് ഏറെ അത് സാമ്യമാകുന്നത് എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ സബബ് നുസൂലുകളിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണത് ചരിത്രം? അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ നിൽക്കുന്നതായ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇവിടെ വന്നപ്പോ പാവപ്പെട്ട ആളായിരുന്നു, നിന്റെ പണങ്ങളൊക്കെ എവിടെയാ വെച്ച് അതൊക്കെ കൊണ്ടാണോ നീ പോകുന്നത് എന്ന്, അല്ലെങ്കിൽ അത് തന്നില്ലെങ്കിൽ നിന്നെ പോകാൻ അയക്കൂല എന്നുള്ളത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾക്ക് തന്നാൽ എന്നെ നിങ്ങൾ വെറുതെ വിടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതേ, വെറുതെ വിടാമൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ സമ്പത്ത് അവർക്ക് അറിയിച്ചു കൊടുക്കുകയും അവർ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു എന്നാണ്. ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ധാരാളമായി ഇസ്ലാമിന് വേണ്ടി അവരുടെ ത്യാഗം സഹിച്ച, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആളുകൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഒരുപാട് സ്വഹാബിമാർ അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, അവരുടേതായ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹുവും റസൂലും നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ അതിനെ നിങ്ങൾ ഉത്തരം നൽകുക എന്ന ആ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രവർത്തിച്ച അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു കൽപ്പന കേൾക്കുമ്പോഴേക്ക് ആ കൽപ്പനകൾ തങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ മുന്നോട്ട് വന്നിട്ടുള്ള സഹാബിമാരുടെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയത്തുകൾ കേട്ടാൽ അത് ജീവിതത്തിൽ നമ്മൾ പകർത്താറില്ല എന്ന്. ആ സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം ആയത്ത് അള്ളാഹു പറഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് അവരത് ജീവിതത്തിൽ പകർത്തുകയാണ്. നമുക്കറിയുന്ന എപ്പോഴും നമ്മുടെ മനസ്സിൽ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ദുൽഖിബലതൈനി എന്നുള്ള സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ രണ്ട് പള്ളികളിലേക്കും നമസ്കരിക്കാറുണ്ടായിരുന്നു ആദ്യം എന്ന് നമുക്കറിയാം. ആദ്യം കൽപ്പന ഉണ്ടായത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. കൽപ്പനയുള്ള ആയത്തുകളൊന്നും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞായിരുന്നു നമസ്കരിച്ചിരുന്നത്. പിന്നീട് മദീനയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തിറങ്ങുന്നത്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, കഅബയിലേക്ക്, മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് തിരിക്കുക എന്ന ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു എന്നാണ്. പക്ഷേ അസറിന്റെ സമയത്താണ് കഅബയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചതെങ്കിൽ അസറും മഗ്രിബും ഇശാവും അതൊന്നും തന്നെ അറിയാതെ നമസ്കരിച്ച, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ നമസ്കരിച്ച ഖുബായുടെ അടുത്തുള്ള മസ്ജിദുൽ ഖിബലതൈനി എന്ന് പറയുന്ന ആ പള്ളിയിലെ ആളുകൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ സുബഹി നമസ്കരിക്കുമ്പോ ഒരു റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് നമസ്കരിച്ചത്. ആ ഒരു റക്അത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിച്ച ഒരാളാണ് ഇത് കാണുന്നത്. ഇവരിപ്പോഴും ബൈത്തുൽ മുഖദ്ദസിലേക്കാണല്ലോ തിരിഞ്ഞ് നമസ്കരിക്കുന്നത് എന്ന്. ആ സന്ദർഭത്തിൽ അദ്ദേഹം വിളിച്ചു പറയുകയാണ്,
ഇതാ കാബയിലേക്ക് തിരിയണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന് കൽപ്പനയുണ്ട് എന്ന് പറയുന്ന ആൾ ഞാനാണ് അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തു. സഹാബിമാര് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇനി നോക്കാമെന്ന് ആലോചിച്ചിട്ടില്ല, മറിച്ച് ആ രണ്ടാമത്തെ റക്അത്ത് നേരെ കാബയിലേക്ക് തിരിഞ്ഞു എന്നാണ്. ഇതൊക്കെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ആയത്തുണ്ട് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് പറയുമ്പോഴേക്ക് ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള ആ സഹാബിമാർ, അതുകൊണ്ട് തന്നെയാണ് അവർ വിശുദ്ധ ഖുർആന്റേതായ മാറ്റങ്ങളൊക്കെ അവരെ ഉണ്ടാവുകയും ഭക്തി വർദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേട്ടവരാണ്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനി ലില്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് നേരമായില്ലേ എന്നാണ്. എന്തിന്? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഭക്തി വർദ്ധിപ്പിക്കാൻ അവർക്ക് സമയമായിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയും, നമുക്ക് എത്ര തന്നെ കേട്ടാലും ആയത്തുകൾ കേട്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഭക്തി വർദ്ധിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ഏറെ ഭയപ്പെടുവാനും ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുമുള്ള ഒരു ഭക്തി, ഒരു പേടി നമുക്കൊരാൾക്കും ഉണ്ടാകുന്നില്ല. എന്നാൽ സഹാബിമാർ കേൾക്കുമ്പോഴേക്ക് തന്നെ അള്ളാഹുവിന്റെ വാക്കുകളെ ജീവിതത്തിൽ പകർത്തുന്നവരായ ആളുകൾ. വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു കൽപ്പന വന്നവരോട്, വഹൽ അൻതും മുന്തഹൂൻ എന്നുള്ള കൽപ്പന. നമുക്കറിയുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. വഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? കള്ളാണ് അവർ കച്ചവടം ചെയ്തിരുന്നത്. ആ കള്ള് കച്ചവടം ചെയ്തിരുന്ന ആളുകൾ, അബൂ തൽഹയെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം സ്വന്തം ഭാര്യയുടെ മകനായ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് അടിച്ചു പൊട്ടിക്കാനാ പറഞ്ഞു. വീപ്പക്കുറ്റികൾ അടിച്ചു പൊട്ടിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ പൊട്ടിച്ചു, അവിടെ നീർച്ചാലുകളായി ഒഴുകി എന്നാണ് പറഞ്ഞത്. കള്ളിന്റെ വീപ്പുകൾ പൊട്ടിക്കപ്പെട്ടപ്പോൾ കള്ളൊന്നായി ഒഴുകിപ്പോയി. എന്തുകൊണ്ട്? അള്ളാഹു വിരോധിച്ചു എന്ന് കേട്ടപ്പോൾ അത് ജീവിതത്തിൽ പകർത്താൻ, ഇനി ഇത് വിറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് വേണ്ടി നമുക്ക് ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ വാങ്ങണ്ട എന്നൊന്നുമല്ല തീരുമാനിച്ചത്. ആ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള സഹാബിമാരുടെ ചരിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ കേൾക്കുമ്പോഴേക്ക് ജീവിതത്തിൽ മാറുന്നവരായ ആളുകൾ. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. അവരുടെ മുഖമക്കനകൾ അവരുടെ മാർഗത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്നുള്ള ആയത്തുകൾ അവർ കേട്ടപ്പോൾ അൻസാരി സ്ത്രീകളും അതേപോലെ തന്നെ മുഹാജിറുകളായ സ്ത്രീകളും ഒക്കെ ചെയ്ത കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർ അവരുടെ ഷാളുകൾ കീറിക്കൊണ്ട് അത് തുന്നിപ്പിടിച്ചുകൊണ്ട് തന്നെ മുഖമക്കനയായിട്ട് അവർ ഉപയോഗിച്ചു എന്നാണ്. അവരുടെ ഷാള് തുന്നിക്കൊണ്ട് മുഖമക്കനയായി ഉപയോഗിച്ചു എന്ന്. അപ്പോ ആയത്തുകൾ കേൾക്കുമ്പോഴേക്ക് തന്നെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് ചരിത്രങ്ങൾ നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ സംരക്ഷണം കൊടുത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും സംരക്ഷണം കൊടുത്തുകൊണ്ട് അവർ നബിക്കൊരു പോറലുമേൽക്കാതെ അവർ നോക്കി. മദീനത്തിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ പലപ്പോഴായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി. അതിലേറ്റവും നല്ല ചരിത്രത്തിലുള്ള ഒന്നാണ് ഉഹദ് യുദ്ധ സന്ദർഭങ്ങളിലുള്ളത്. ഉഹദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു എന്നുള്ള ഒരു വാർത്ത അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ മുഹമ്മദിനെ വധിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹം മുസ്അബ് ഇബ്നു ഉമൈറിനെയാണ് അന്ന് വെട്ടിക്കൊല്ലപ്പെടുത്തിയത് യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട്. പക്ഷേ അത് മുഹമ്മദ് നബിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു മുഹമ്മദ് മരിച്ചു, മുഹമ്മദ് മരിച്ചു എന്ന്. അങ്ങനെ മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ, സ്വഹാബിമാരായ ആളുകൾ യുദ്ധരംഗത്ത് നിന്ന് പല ആളുകളും പേടിച്ചോടാൻ നിൽക്കുന്നതായ സന്ദർഭം. ആ സമയത്ത് അനസ് ഇബ്നു നളറിനെ പോലെയുള്ള സഹാബിമാർ വിളിച്ചു പറഞ്ഞു, എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്? ഇതാ മുഹമ്മദ് നബി മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനു വേണ്ടിയാണോ മരിച്ചത് അതിനു വേണ്ടി മരിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് ഓടിയ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാരാണ് ഇതിന്റെ യഥാർത്ഥമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുക എന്ന് എല്ലാവരും ഞാൻ എന്ന് പറഞ്ഞപ്പോ പിന്നീട് അതിന്റെ ഹക്കോടുകൂടി ഉപയോഗിക്കുക എന്ന വാക്ക് ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞപ്പോൾ പലരും മുഖം തലതായിത്തിരുന്നു എന്നാണ്. ആ സന്ദർഭത്തിൽ അബൂ ദുജാന പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് വാള് കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ എന്താണ് ഹക്ക് എന്നൊക്കെ വിശദീകരിച്ചു കൊടുത്തു. പിന്നീട് അദ്ദേഹം ഒരുപാട് ആളുകളെ ചുവന്ന തലപ്പാവ് ധരിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പ്രവാചകനെ സംരക്ഷിച്ചു. അതേപോലെ ഒരുപാട് മുശ്രിക്കീങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെ കാണാം. പക്ഷേ ഈ അബൂ ദുജാനയുടെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമ്പെയ്ത്തുകൾ വന്നപ്പോൾ ഒരു കുന്നിന്റെ മുകളിൽ കയറി നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ പുറം കൊണ്ടാണ്
ഒരുപാട് അമ്പുകൾ തടുത്തത്. അതേപോലെ തന്നെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹയല്ല, ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹവും ഒരുപാട് അമ്പുകളെ തടുത്തിട്ടുണ്ട്. എന്നാൽ പുറം കൊണ്ട് തടുക്കുക, ധാരാളം അമ്പുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നുകൊണ്ട് വീഴുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും സംഭവിക്കരുത് എന്ന രൂപത്തിൽ പ്രവാചകനെ സംരക്ഷിച്ച ആളുകൾ. നേരത്തെ ഞാൻ പറഞ്ഞ അബൂ ദുജാന, ആ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഏറ്റവും മഹനീയമായ മറ്റൊരു രംഗമുള്ളത്, ധാരാളം യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് പ്രവാചകന്റെ കൂടെ ഉണ്ട്. അവസാനം യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ വധിക്കുന്നതായ ആ യുദ്ധത്തിൽ വരെ മതിലിന്റെ ഉള്ളിലേക്ക് ആർക്കും കടക്കാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഉള്ളിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി, അഥവാ അദ്ദേഹം അങ്ങോട്ടേക്ക് എടുത്തു ചാടുകയാണ് ചെയ്തത് എന്നാണ്. ശത്രുക്കളിടയിലേക്ക് വീഴുകയും അവിടെ വാതിൽ തുറക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കാല് പൊട്ടിപ്പോയി. എന്നാലും അദ്ദേഹത്തിന്റെ കൃത്യം നിർവഹിച്ചുകൊണ്ട് വാതിൽ അദ്ദേഹം തുറക്കുകയും അവിടെയുള്ള ആളുകളേക്ക് വധിക്കുകയും ചെയ്തു എന്നാണ്. അത്രമാത്രം വളരെയധികം ധീരമായ ഒരു രംഗത്തിന് വേണ്ടി മുതിർന്ന വ്യക്തിയാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം കേൾക്കുമ്പോ നമുക്കറിയാം നമ്മൾ ഇസ്ലാം ദീനിന് വേണ്ടി നമ്മളെ വക എന്താണ് ചെയ്തത്. നമുക്ക് ചെയ്യാനുള്ളത് വജാഹിദുഹും ഫീ ജിഹാദൻ കബീറ എന്ന് പറയുമ്പോ ഈ വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്ന കാര്യമല്ലല്ലോ, വിശുദ്ധ ഖുർആൻ കൊണ്ട് ഇതിന്റെ പ്രചാരണത്തിന് വേണ്ടി, ഈ ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ വചനങ്ങൾ ഉന്നതമാകുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വചനം ഇവിടെ ഉയരാൻ വേണ്ടിക്കൊണ്ട് ഞാനും നിങ്ങളും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ആ കഥകൾ കേൾക്കുമ്പോ അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ കുറെ ചരിത്രങ്ങൾ കേൾക്കുമ്പോ കഥകൾ കേട്ട് അയവിറക്കുകയല്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്തു, എന്താണ് എന്നെ കൊണ്ട് ഈ ദീനിനു വേണ്ടി എന്ത് സംഭാവനയാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത് എന്ന് നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഈ ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി, അല്ലെങ്കിൽ കലിമത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ധാരാളം സഹാബിമാർ. ഇനി നോക്കൂ നിങ്ങൾ, അവരുടേതായ മറ്റൊരു രംഗമാണ് വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في أنفسهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة എന്ന ആയത്തിലൂടെ അവരുടെ പ്രത്യേകത അള്ളാഹു വിശദീകരിച്ചതാണ് അൻസാരികൾ. ആ അൻസാരികളായ ആളുകളുടെ ചരിത്രമാണ് അള്ളാഹു ആ ആയത്തിലൂടെ നമുക്ക് എടുത്തു കാണിച്ചു തരുന്നത്. സദഖ ചെയ്യുന്ന കാര്യത്തിൽ, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിലുള്ള അവരുടെ മനസ്സാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും എല്ലാ നിലക്കും സഹായിച്ച അൻസാരികളായ ആളുകൾ. നമ്മൾ കേട്ട ഒരു ചരിത്രമാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹവുമായിട്ട് സഹോദര്യം ഉണ്ടാക്കി മദീനയിൽ അൻസാരിയായ സഅദ് ബിൻ റബീഅ അദ്ദേഹത്തിന്റെ കൂടെയാണ് ജീവിക്കാൻ അവസരം കൊടുത്തത്. നിങ്ങൾ സഹോദരന്മാരായി ജീവിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ സഅദ് അദ്ദേഹത്തെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ നിങ്ങൾക്ക് തരാം, എന്റെ സമ്പത്തിന്റെ പകുതി തരാമെന്നവർ. എന്താ ഉള്ളത് നോക്കുന്നത്? ഒരു ബന്ധമല്ല. മക്കത്ത് നിന്ന് വന്നു, പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും സഹോദരന്മാരാണ്. അതാണ് അവരുടെ ആ ത്യാഗം. അവരധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു സഹാബിമാർ. മാത്രമല്ല, എന്റെ ഭാര്യമാരിൽ നിനക്ക് ആരെയാണോ ഇഷ്ടമെങ്കിൽ അതിനെ ഞാൻ തലാഖ് ചൊല്ലിത്തരാം, നീ അതിനെ കല്യാണം കഴിച്ചോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള സഹാബിമാർ. അദ്ദേഹം പറഞ്ഞു, ബാറക്കല്ലാഹു ഫീ അഹ്ലിക വ മാലിക്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമ്പത്തിലും അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ദുല്ലോനി, നിങ്ങൾ എനിക്ക് അയച്ച സൂക്ക്, അങ്ങാടിയുടെ മാർക്കറ്റ് എവിടെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരൂ എന്ന് പറയുകയും അങ്ങനെ മാർക്കറ്റിൽ പോയി കച്ചവടം നടത്തി അദ്ദേഹം വീണ്ടും പണക്കാരനായി മാറിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെ, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജീവിതത്തെ ത്യജിക്കുകയാണ്. പട്ടിണി കിടന്നുകൊണ്ട് മറ്റുള്ളവരെ ഭക്ഷിച്ചവരായ ആ സഹാബിമാർ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു വിരുന്നുകാരൻ വരികയാണ്. തന്റെ ഭാര്യമാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് ഭക്ഷണം കൊടുക്കുവാനുള്ളത്? ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ വന്നുകൊണ്ട് സഹാബിമാരോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ദാ ഇന്നയാളെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കാൻ ആരാണുള്ളത് എന്ന്. അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊണ്ടുപോയി, ആ നബിയുടെ അതിഥിയെ കൊണ്ടുപോയി എന്നർത്ഥം. ആ ലൈഫ് റസൂലില്ല, ആ അതിഥിയുമായി കൊണ്ട് പോവുകയാണ്. വീട്ടിലെത്തിയപ്പോ ഭാര്യയോട് ചോദിച്ചു, ഉമ്മു സുലൈമിനോട് ചോദിച്ചു, എന്താണ് ഇവിടെ കഴിക്കുവാനുള്ളത് എന്ന്. ഭാര്യ പറഞ്ഞത് കുട്ടികൾക്ക് തിന്നാനുള്ളത് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ കുട്ടികൾ എന്നാൽ നീ ഉറക്കി കിടത്തുക, എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ വിളക്ക് കിടത്തിക്കൊണ്ട് അദ്ദേഹത്തെ തീറ്റിപ്പിക്കാമെന്ന് പറഞ്ഞതാണ്. കുട്ടികളെ
ഉറക്കിക്കിടത്തിയതിനു ശേഷം 3 പേരും ഇരുന്ന് കഴിക്കുമ്പോ വിളക്ക് കിടത്തുകയും മുഴുവൻ ഭക്ഷണവും ആ വന്ന വ്യക്തിയെ കഴിപ്പിക്കുകയും ചെയ്ത ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും നാട്ടുകാർ വന്നവരെ നമ്മൾ അവരെ കൂടെ ഇരുത്തിക്കൊണ്ട് കഴിപ്പിക്കുമോ? ഇല്ല, അവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുമോ? ഇതൊക്കെ നമ്മളെ സ്വഭാവം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സിസ്റ്റങ്ങളെന്ന് ആലോചിച്ചു. മറ്റുള്ള ബീഹാരികളോ അതല്ലെങ്കിൽ ബംഗാളികളോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളാണ് വന്നതെങ്കിൽ അവർക്കൊക്കെ തന്നെയും ആട്ടിവിടുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ ഈമാനും അവരുടെ ഈമാനും അപ്പോ ഒന്ന് പരിശോധിച്ചു നോക്കുക. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അവർ പട്ടിണി കിടന്നുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അവർ തിന്നാൻ കൊടുത്തിട്ടുള്ളത്. അത്രമാത്രം അള്ളാഹുവിന്റെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തുന്ന, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ പ്രയാസങ്ങൾ മറന്ന് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്ക് മുൻഗണന കൊടുത്തിരുന്നതായ സഹാബിമാരുടെ ചരിത്രമാണ് ഇവിടെയുള്ളത്. അതേപോലെ തന്നെയാണ് ദാനധർമ്മങ്ങളുടെ വിഷയങ്ങളിൽ ഒരുപാട് ദാനധർമ്മങ്ങൾ നൽകിയവരായ സഹാബിമാർ. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ധർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു. ധർമ്മം ചെയ്യണം എന്ന് പറയുമ്പോ ഒന്നായി കൊണ്ടുപോയി കൊടുക്കുന്ന സഹാബിമാരുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ. തബൂക്ക് യുദ്ധ ദിവസത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിന്റെയും ചരിത്രം നമ്മൾ കണ്ടു. ഇപ്രാവശ്യമെങ്കിലും എനിക്ക് അബൂബക്കറിനെ തോൽപ്പിക്കണമെന്ന് ഉമർ റളിയല്ലാഹുവിന് ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. അങ്ങനെ തന്റെ സമ്പത്തിന്റെ പകുതി നബിയുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു എന്നാൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഉമറെ നീ ബാക്കി വെച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുപോലെ പകുതി എന്റെ വീട്ടിലേക്ക് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന്. ഉമർ അബൂബക്കർ റളിയല്ലാഹു വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താണ് വീട്ടിൽ ബാക്കി വെച്ചത് എന്ന്. അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ഞാൻ ബാക്കി വെച്ചത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ സമ്പത്തായി ഇനി ഒന്നുമില്ല, എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. അതാണ് സഹാബിമാർ. നമ്മൾ ഒരാൾ കുറച്ചു എന്നല്ല, മറിച്ച് അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് ആ മാത്സര്യത്തോടുകൂടി പുണ്യങ്ങൾ പ്രവർത്തിക്കുന്നതിനോടുള്ള മാത്സര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരായ ആളുകൾ. അതേപോലെ തന്നെ അതേ യുദ്ധ ദിവസത്തിൽ തന്നെ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നതായ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ അഖീൽ എന്ന് പറയുന്ന സഹാബി രാത്രി മുഴുവൻ അദ്ദേഹം ജോലിക്ക് പോവുകയാണ്. വെള്ളം നനക്കുന്നതായ പണിക്ക് പോയിട്ട് 2 സാ ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ 2 സാ കിട്ടിയത് 1 സാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. 1 സാ തന്റെ വീട്ടിലെ കുട്ടികൾക്കുള്ള ചെലവിന് വേണ്ടിയും എടുത്തപ്പോ ആ ഒരു കാര്യത്തെ കുറിച്ച് ആളുകൾ പലതും പറഞ്ഞു പ്രചരിപ്പിച്ചു. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? നമ്മുടെ നാട്ടിലും അങ്ങനെ പറയില്ലേ, എന്താ അതൊക്കെ കൊടുക്കാൻ കാരണം, നീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നവരാ. അതുപോലെ അദ്ദേഹത്തെയും പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു സഹാബി ആസിം റളിയല്ലാഹു അൻഹു, അദ്ദേഹം കൊണ്ടുപോയി അദ്ദേഹം കൊണ്ടുപോയി കൊടുത്തത് 12,000 കിലോ ഈത്തപ്പഴം എന്നാണ്. 12,000 കിലോ ഈത്തപ്പഴം എന്നൊക്കെ പറയാൻ എളുപ്പ, ധാരാളമുണ്ട് എന്നർത്ഥം. അത്രമാത്രം ഈത്തപ്പഴം പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്തു എന്നാണ് തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് 4000 ദിർഹം കൊണ്ടുപോയി കൊടുത്തു. ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന സഹാബിമാർ ചെയ്യുന്നത് കണ്ടപ്പോ മറ്റുള്ള ആളുകൾ അഥവാ ഈമാൻ കുറഞ്ഞവരായ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പേരിട്ട് വന്നിട്ടുള്ള കബറന്മാർ, ആ കബറന്മാരായ ആളുകൾ പറഞ്ഞത് ഇവരെ കളിയാക്കി മുറായിയാണ്, ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അവരാരും ആളെ കാണിക്കാൻ വേണ്ടി ചെയ്തവരല്ല. الذين يلمزون المتطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم എന്ന് പറഞ്ഞ ആയത്തിറങ്ങി അവരെ സംബന്ധിച്ച്. വിശ്വാസികളായ ആളുകൾ അവരുടെ സ്വതക്കകളിൽ അവരെ കുത്തിപ്പറയുന്നവരായ ആളുകൾ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവരെ കളിയാക്കുകയാണ്. അള്ളാഹു അവരെ കളിയാക്കുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, അധ്വാനമാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അങ്ങനെയുള്ള ആളുകളെ വരെ അവർ കളിയാക്കുന്നുവെന്ന് നമ്മൾ ഈ ആയത്ത് കേൾക്കുമ്പോൾ ആലോചിക്കേണ്ടത്, അധ്വാനത്തിലൂടെ കിട്ടിയത് വരെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സ്വതക്ക വേണമെന്ന് നബി ആവശ്യപ്പെട്ടപ്പോൾ കൊണ്ടുപോയി കൊടുക്കുന്ന അത്തരത്തിലുള്ള സഹാബിമാരുടെ ചരിത്രം. ഇങ്ങനെയുള്ള ചരിത്രങ്ങളിലൂടെ നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്, അവരൊക്കെ അത് ചെയ്തത് അള്ളാഹുവിന്റെ പ്രീതി കിട്ടാനാണ്. അതേപോലെ തന്നെ ലൻ തനാലു ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ പുണ്യം ലഭിക്കുകയില്ല എന്ന ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ലൻ തനാലുൽ ബിർറ, പുണ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ള ആ ആയത്ത് കേട്ടപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ബൈറുഹാ തോട്ടം, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അത് ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു, ദീനിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, നിന്റെ കുടുംബങ്ങളിൽ തന്നെ നീ കൊടുത്തറ എന്ന് പറഞ്ഞുകൊണ്ട് ഏതായിരുന്നാലും അത് വിതരണം ചെയ്തു എന്നാണ്. അപ്പോ ചരിത്രത്തിൽ അദ്ദേഹം എന്താണോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യം കിട്ടണമെങ്കിൽ
എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ ആ ഇഷ്ടമുള്ളത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അതിനുവേണ്ടി ദീൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ സഹാബിമാരുടെ ചരിത്രമാണ് അബൂ ത്വൽഹയുടെ ചരിത്രത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ അങ്ങനെയാണോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. പണം ചെലവഴിക്കുന്ന സന്ദർഭത്തിലും വല്ലദീന യുഅ്തൂന മാ ആതു വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അതൊക്കെ ആ സഹാബിമാരെ കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളത്. വല്ലദീന യുഅ്തൂന മാ ആതു, അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരായ ആളുകളാണ്. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ടാണ് അവർ ചെലവഴിക്കുന്നത് എന്നാണ്. ആ രൂപത്തെ എന്താണ് ഭയം? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകണമല്ലോ എന്ന ഭയത്തോടുകൂടി ദീനിന്റെ മാർഗത്തിൽ അള്ളാഹു നൽകിയ ധനം ചെലവഴിക്കുന്നവരായ ആളുകൾ അതായിരുന്നു സഹാബിമാര്. അവരുടെ ചരിത്രമാണ് നമ്മൾ കേട്ടത്. അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇങ്ങനെയുള്ള ധാരാളം ചരിത്രങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവരുമായി കൊണ്ടുള്ള കൂടെ ജീവിച്ച സഹാബിമാരുടെ വ്യത്യസ്തങ്ങളായ പല സന്ദർഭങ്ങളിലും അവരെടുത്തിട്ടുള്ളതായ ഓരോ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അവർ മുന്നോട്ട് വന്നിട്ടുള്ളതായ കാര്യങ്ങൾ പ്രവാചകൻ പറയുമ്പോഴേക്ക് അതൊക്കെ തന്നെയും തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു സഹാബി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരം കണ്ടപ്പോൾ അത് ഓടിക്കൊണ്ട് വലിച്ചെറിയുകയാണ് ചെയ്തത്. അത് വലിച്ചെറിഞ്ഞ് കണ്ടപ്പോ ഉടനെ തന്നെ അദ്ദേഹം പിന്നീട് അത് എടുത്തില്ല. മറ്റു സഹാബിമാര് പറഞ്ഞു, നിങ്ങളോട് അത് കയ്യിലുണ്ടായെന്നാണുള്ളത്, പക്ഷേ നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് മറ്റു കാര്യത്തിന് ഉപയോഗിച്ചുകൂടെ എന്നാണ്. പ്രവാചകൻ വലിച്ചൂരി എറിഞ്ഞതാണ്, ഇനി അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ സഹാബിമാർ. നമ്മൾ പറയും ആക്ക് പൊട്ടന്മാര് എന്നല്ലാതെ എന്താ, കാരണം നമുക്ക് അത്രേ ഉണ്ടാവുള്ളൂ, ഉപയോഗിക്കാലോ എന്നുള്ളത്. പക്ഷേ അവർ ചിന്തിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെന്റെ കയ്യിൽ കാണുന്നതിന് ഇഷ്ടപ്പെട്ടില്ല, വലിച്ചെറിഞ്ഞില്ലേ എന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ആണ് അദ്ദേഹം അതിനെ കുറിച്ച് ചിന്തിച്ചത്. ഇതുപോലുള്ള ചരിത്രങ്ങൾ നോക്കൂ നിങ്ങൾ. പിന്നീട് നല്ല ഭാര്യമാരെ സംബന്ധിച്ച ചരിത്രം. ഏറ്റവും നല്ല ഭാര്യ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നല്ല ഭാര്യ ആവണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. പക്ഷേ അവരുടെ ക്ഷമയും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടുള്ള ക്ഷമയും ആ ഭാര്യയുടെ സ്വഭാവവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അബൂ ത്വൽഹയുടെ ചരിത്രം തന്നെ. അബൂ ത്വൽഹയുടെയും ഉമ്മു സുലൈമിന്റെയും ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അബൂ ത്വൽഹയുടെ കുട്ടി രോഗിയായി കിടക്കുകയാണ്. അങ്ങനെ രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടിയോട് ഭാര്യയോട് പറഞ്ഞു, ദാ ഞാനിങ്ങനെ പോവാണ്, നീ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന്. പക്ഷേ അബൂ ത്വൽഹ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോ കുട്ടി മരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രം നമ്മൾ കേട്ടതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ആവാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ടത്. മറിച്ച് അവർ വന്നപ്പോ ചോദിച്ചു, കുട്ടിയുടെ കാര്യം എന്താണ്? ഭാര്യ പറഞ്ഞു, കുട്ടി മുമ്പത്തേക്കാൾ കൂടുതൽ അസ്ഖനാണ്, അടക്കത്തിലാണ് ഉള്ളത് എന്ന്. ഭർത്താവ് വിചാരിച്ചു നല്ല രോഗം ശമനമായിട്ടുണ്ടാകുമെന്ന്. പിന്നീട് ഭാര്യ ഭർത്താവിന് ഭക്ഷണം ഒക്കെ കൊടുത്തു എന്നാണ്. പിന്നീട് അവർ ലൈംഗികമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു രാത്രി. അതിനുശേഷം കിടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഭർത്താവിനോട് പറയുന്നത്, അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് വായ്പ തന്നാൽ ആ വായ്പ തന്നിട്ടുള്ള ആളുകൾ അത് തിരിച്ചു ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഭർത്താവായ അബൂ ത്വൽഹ പറഞ്ഞു, തിരിച്ചു കൊടുക്കണം. അവർ വാങ്ങി അവരുടെ സ്വത്താണല്ലോ, അവരുതാണല്ലോ, അത് നമ്മൾ തിരിച്ചു കൊടുക്കണമെന്ന്. എങ്കിൽ നമ്മുടെ കുട്ടിയെ നമുക്ക് അള്ളാഹു തന്നതല്ലേ, അള്ളാഹു അതിനെ തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അതിനെ കൊണ്ടുപോയി മറവ് ചെയ്യുക എന്നാണ് ഭർത്താവിനോട് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും കഴിയുമോ? ഇതൊക്കെ നമ്മുടെ സ്വന്തം കുട്ടിയാണ്, ഭർത്താവിന്റെ വേറെ ഭാര്യയിലുള്ള കുട്ടിയൊന്നുമല്ല, മറിച്ച് ഉമ്മു സുലൈമിന്റെ തന്നെ കുട്ടിയാ. ആ ഉമ്മു സുലൈമിന്റെ കുട്ടി മരിച്ചിട്ട് സ്വന്തം കുട്ടി ഇവിടെ കിടക്കുമ്പോ ആ കിടക്കുന്ന കുട്ടിയെ കണ്ടുകൊണ്ട് അത് കൊണ്ടുപോയി മറവ് ചെയ്തിട്ടൊന്നുമില്ല. കുറെ ദിവസം കഴിഞ്ഞിട്ട് വരുന്നല്ലേ ഭർത്താവിനോടാ മറവ് ചെയ്യാൻ പറയണേ. അപ്പോ അത് ഞാൻ പറയാം, കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ആദ്യം സംസാരിക്കരുത് എന്നൊക്കെ ഭാര്യ പറയുകയും ചെയ്തു, ഉമ്മു സുലൈം പറയുകയും ചെയ്തിട്ടുണ്ട്. എത്രമാത്രമാണ് അപ്പൊ അതിന്റെ ക്ഷമയുള്ളത് നിങ്ങൾ ആലോചിച്ചു. ആ ക്ഷമയാണ് ഭർത്താവിനെ റസൂൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ അൽ മർഅതു സ്വാലിഹ ഇദാ നദർത ഇലൈഹാ സർറത്തുക എന്നാൽ, നീ അവളെ നോക്കിയാൽ നിനക്ക് സന്തോഷം നൽകുന്ന മുഖവുമായിട്ടാണ് അവൾ നിന്നെ സ്വീകരിക്കുക എന്നുള്ള ആ വാക്കിനെ കൃത്യമായി ജീവിതത്തിൽ പകർത്തിയ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങൾ ആ ഭർത്താവിനെ സ്വീകരിച്ചതായ രംഗങ്ങൾ. മരിച്ചു കിടക്കുന്ന കുട്ടി ഉണ്ടായിട്ട് വരെ വല്ലദീന സബറു ബിഗാഅ വജ്ഹി റബ്ബിഹിം വല്ലദീന സബറു ബിഗാഅ വജ്ഹി റബ്ബിഹിം, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊണ്ടിട്ടുള്ളതായ ഉമ്മു സുലൈം. ആ ചരിത്രം ഇന്ന് ഏതെങ്കിലും ആളുകൾക്ക് അങ്ങനെ സഹിക്കാൻ കഴിയും?
ഒരു മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞ കാര്യം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തന്നെ ഭർത്താക്കന്മാരോട് പ്രത്യേക രൂപത്തിൽ സംസാരിക്കുന്ന ഭാര്യമാരാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഭാര്യമാരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ പഠിക്കുന്നത് ഒരിക്കലും തന്നെ ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ സഹാബികളുടെ ചരിത്രത്തിൽ നിന്നോ അല്ല, മറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജീവിതം എന്ന് പറഞ്ഞാലൊക്കെ അവർ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീകളായി കുട്ടികളായി ഇന്ന് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്റെ ജീവിതം എനിക്ക് രക്ഷ ലഭിക്കേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്നതിലൂടെയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് കരസ്ഥമാകാൻ എന്റെ ഭർത്താവിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത് എന്ന ആ ഒരു മനസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ ഇബ്നു മെഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന സന്ദർഭത്തിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ഭർത്താവുള്ള സ്ത്രീയാണോ? അവർ പറഞ്ഞു അതെ. എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹവുമായി കൊണ്ടുള്ള പെരുമാറ്റം? ലാ അറൂഹു ഇല്ലാ മാ അജസ്തു എന്നാണ് ആ സ്ത്രീ അപ്പോൾ സഹാബി വനിത പറഞ്ഞത്. എനിക്ക് കഴിയാത്ത വിഷയങ്ങൾ മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാത്തത് എന്ന്, ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാറുണ്ട് എന്നാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫൻദുരി, നീ നോക്കണം, ഫഇന്നഹു ജന്നതുകി വനാറുകി, നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, നിന്റെ നരകമാണ്. ഇത് സ്വഹീഹായ ഹദീസാണ്, അതിലൊരിക്കലും ദുആഫില്ലാതെ. അങ്ങനെയുള്ള സ്വഹീഹായ ഹദീസുകളിൽ വന്ന ഒരു കാര്യം, ഭർത്താവിന്റെ തൃപ്തിയിലാണ് ഈ സ്വർഗം എന്നുള്ള ആ ആശയം അവിടെ. അദ്ദേഹം നിന്റെ സ്വർഗമാണ്, അദ്ദേഹം നിന്റെ നരകമാണെന്നാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പെരുമാറിയിട്ടുള്ള സഹാബിമാര്, അവരുടെ ജീവിത രീതികൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ എത്ര ചരിത്രങ്ങളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെയും അതേപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും ചരിത്രം നമുക്കറിയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അടിമയെ കിട്ടി, ഒരുപാട് അടിമകൾ വന്നിട്ടുണ്ട്, യുദ്ധത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നുകൊണ്ട് ഒരു അടിമയെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടാൻ വേണ്ടി ചെന്നത്. ഒരുപാട് തായമ്പ് പിടിച്ചിട്ടുണ്ട്, കൈകളിൽ തായമ്പാണ്, നെഞ്ചത്തും തായമ്പാണ്, വെള്ളം ഏക്കിക്കൊണ്ടുവന്നുകൊണ്ടുള്ള തായമ്പുകൾ ഉണ്ടല്ലോ, അത് സംസാരിച്ച് ഒരാളെ ഞങ്ങൾക്ക് വേണമെന്ന്. അങ്ങനെ ഒരടിമയെ കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് അപ്പൊ ആ സന്ദർഭത്തിൽ നബി അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഈ കാര്യം സംസാരിച്ചു. അവർ രണ്ടുപേരും വീട്ടിൽ കിടക്കുന്ന സന്ദർഭത്തിൽ, അപ്പൊ നമുക്കറിയാം മരുവനും മകളും കിടക്കുന്ന റൂമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നുകൊണ്ട് അവരുടെ തൊട്ടടുത്ത് ഇരുന്നു കൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് ഒരടിമയേക്കാൾ ഏറ്റവും നല്ലത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പറയുക എന്നാണ് അവരോട് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളോടാണ് അമ്മോശം കാക്കായ ഭാര്യയുടെ പിതാവ് എന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണേ എങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുക? പക്ഷെ ആ സ്വഹാബി അന്നു മുതൽ അവരുടെ ജീവിതത്തിൽ പകർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി ചോദിക്കുന്നുണ്ട്, സഫീൻ യുദ്ധ ദിവസത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുള്ള യുദ്ധമാണ്, അത്രയും വലിയൊരു യുദ്ധമായതുകൊണ്ട് തന്നെ ആ യുദ്ധ ദിവസത്തിലും നിങ്ങൾ അന്ന് രാത്രിയും നിങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ളത് രാത്രികളിൽ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നാണ് മറുപടി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വാക്കാണ്, അതാണ് ജീവിതത്തിൽ കരുത്ത് നൽകുന്നത്, നമുക്ക് ജീവിതത്തിൽ സമാധാനം നൽകുന്നത്, അതിലാണ് നമുക്ക് രക്ഷ, അല്ലാതെ അടിമയെ കിട്ടുന്നതിലല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ സഹാബിമാര് പ്രവാചകന്റെ വാക്കുകളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിട്ടുള്ള ആളുകൾ. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ചരിത്രങ്ങളൊക്കെ തന്നെയും നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങൾ, അവരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും അള്ളാഹുവിന്റെ പ്രീതികൾ മുന്നിൽ കണ്ടുകൊണ്ട്, പടച്ചറബിന്റെ തൃപ്തി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഓരോ ചരിത്രം. മറ്റൊരു സഹാബി വനിതയെ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറയാൻ, നബിയെ എനിക്ക് എനിക്ക് സിറാ ഉണ്ടാകലുണ്ട് എന്ന് നമ്മൾ പറയും, അപസ്മാരകം പോലെയുള്ള രോഗം, ആ രോഗം എനിക്കുണ്ടാവാറുണ്ട് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, വസ്ബിരി, നീ ക്ഷമിച്ചോ, നിനക്ക് സ്വർഗമുണ്ട് എന്നുള്ളത്. അപ്പോ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്നാ പറഞ്ഞ. ആ രോഗമായിട്ട് നിന്നാൽ, അതല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാറുകയും ചെയ്യും. പക്ഷെ ആ സ്ത്രീ എന്താ പറഞ്ഞത്? പ്രവാചകരെ, എങ്കിൽ എനിക്ക് ഈ അസുഖം ഉണ്ടാകുമ്പോൾ എന്റെ നഗ്നതകൾ വെളിവാകുന്നുണ്ട്, എന്റെ നഗ്നതകൾ വെളിവാകുന്നത് വെളിവാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. ആ വാക്കുകൾ കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വർഗത്തിലെ സ്ത്രീയെ കാണണോ എന്ന് ചോദിച്ച് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറുണ്ട് സഹാബിമാരി എന്നാണ്. അപ്പോ അങ്ങനെയുള്ള
ആ സ്ത്രീ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഈ രോഗം അത് അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമല്ലാതെ എനിക്ക് വരികയില്ല. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാം സൃഷ്ടിക്കുന്നത് പടച്ച റബ്ബാണ്. അതുകൊണ്ട് രോഗങ്ങൾ സൃഷ്ടിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാക്കി തരുന്നതും അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തീരുമാനം അതാണെങ്കിൽ, അതെനിക്ക് സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ അത് ക്ഷമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന, അങ്ങനെ ക്ഷമിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന സഹാബി വനിതകൾ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പലതും നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ആലോചിക്കുക വിശ്വാസികളെ, നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത്. അതേപോലെ തന്നെ അപരാധ സംഭവത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപരാധ സംഭവവും നമുക്ക് വളരെയധികം ഗുണപാഠം നൽകുന്ന ഒന്നാണ്. അപരാധ സംഭവം എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയെ കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ ആ സംഭവം. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും തോന്നിവാസത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോഴേക്ക് നമ്മളത് ഏറ്റ് മറ്റുള്ള ആളുകളോട് പറയും. വിശിഷ്യ ഒന്നുകൂടി കരുത്തുള്ള ആളുകളെ കുറിച്ച്, നല്ല നല്ല ആളുകളെ കുറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ, കേൾക്കുന്നതെങ്കിൽ നമ്മളത് പറയാൻ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. അത് തന്നെയാണ് നബിന്റെ കാലഘട്ടത്തിലും ഉണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ പത്നിയായ ആയിഷ ബീവിയെ കുറിച്ചാണ് ഈ അപരാധ വാക്കുകൾ സംസാരിക്കപ്പെട്ടത്. സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചരിത്രം നമ്മുടെ മുമ്പിൽ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നീട്ടി പറയുകയില്ല. മറിച്ച് നമ്മളുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. അതേക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂറിലെ ആയത്തുകൾ ഇറക്കിയപ്പോൾ ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂ ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും എന്ന ആയത്തുകൾ ഇറങ്ങുകയാണ്. ആ ആയത്തുകൾ ഇറങ്ങുമ്പോൾ മാത്രമാണ്, ഒരു മാസം കഴിഞ്ഞതിന് ശേഷം എന്താണ് സത്യാവസ്ഥ എന്ന് ഖുർആൻ ഇറങ്ങിയപ്പോൾ മാത്രമാണ് മറ്റുള്ള സഹാബിമാർക്ക് അത് ഉറപ്പ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അറിയാം. പല സഹാബിമാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിഷ ബീവി ചെയ്യില്ല, ഒരിക്കലും അത് ചെയ്യില്ല, കള്ളത്തരമാണെന്ന് പറഞ്ഞ ധാരാളം സഹാബിമാരുണ്ട്. ഏതായിരുന്നാലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റുള്ള ആളുകൾക്കും യഥാർത്ഥമായ വിഷയം അറിഞ്ഞത് ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണെന്നുള്ളതും ഇവിടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ എന്നാണ്. വിശ്വാസികളായ ആളുകളിൽ തോന്നിവാസം വ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരായ ആളുകളിൽ അതാണ് പല സമയത്തും ആഗ്രഹിക്കുന്നത്. പല നാടുകളിലും നമ്മൾ ആലോചിക്കുക, അത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച് ആ സഹാബിമാരെ അള്ളാഹു പരീക്ഷിച്ചു. നമ്മളെയും ഇതുപോലെ പല രംഗങ്ങളിലും പടച്ച റബ്ബ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകുമെന്ന് ആലോചിക്കുകയും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒരാളെ കുറിച്ചും വേണ്ടാത്തത് സംസാരിക്കാതിരിക്കുക. 4 സാക്ഷികളില്ലാതെ സംസാരിക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ നമ്മൾ ആരോടും സംസാരിക്കാതിരിക്കുക. ഇതുപോലെ ചരിത്രങ്ങളിൽ നമുക്കൊരുപാട് ഗുണപാഠമുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് എന്താണ് അതിലൂടെ മാറാൻ സാധിക്കുക എന്നുള്ളതും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്നും മനസ്സിലാക്കുകയും എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം ഉൾക്കൊള്ളുകയും ചെയ്യുക. സഹാബിമാര് എന്ന് പറഞ്ഞാലും അവരും നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരാണ്. പക്ഷേ അവരൊക്കെ തന്നെയും അവരുടെ ജീവിതത്തെ കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുള്ളത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ വേണ്ടി ജീവിതം ത്യജിച്ചിട്ടുള്ള, ജീവിതം സമർപ്പിച്ചിട്ടുള്ള അത്തരം സഹാബിമാരെ നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതവും അവരെന്തിനു വേണ്ടിയാണോ സ്വർഗത്തിന് വേണ്ടിയായിരുന്നു, ആ സ്വർഗത്തിന് വേണ്ടി നമ്മളും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സമയങ്ങളെയും നമ്മൾ വിനിയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അസുഖമായി കിടക്കുന്നവരുടെ അസുഖങ്ങൾ അല്ലാഹു ശിഫ നൽകും.